നിരവധി യാത്രക്കാർ ദിവസവും ട്രെയിൻ കയറുന്ന പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് മേൽക്കൂരയില്ലാത്തത് യാത്രക്കാരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്ലാറ്റ്ഫോമിൽ ചെറിയ ഒരു ഷെഡ് മാത്രമാണുള്ളത്. 15 ട്രെയിനുകൾക്ക് നിലമ്പൂരിലേക്കും ഷൊർണൂരിലേക്കുമായി പട്ടിക്കാട് സ്റ്റോപ്പുണ്ട്. ഓരോ ട്രെയിൻ വന്നു പോകുമ്പോഴും നൂറുകണക്കിന് യാത്രക്കാർ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. വേനൽക്കാലത്തും മഴയിലും വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ നേരിടുന്നത്. വേനൽക്കാലത്ത് പ്ലാറ്റ്ഫോമിനോടടുത്തുള്ള മരങ്ങളുടെ തണലിനെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. എന്നാൽ മഴ പെയ്താൽ സ്റ്റേഷനിൽ എത്തുന്ന മുഴുവൻ യാത്രക്കാർക്കും കയറി നിൽക്കാൻ പറ്റിയ മേൽക്കൂര സ്റ്റേഷനിൽ നിർമ്മിച്ചിട്ടില്ല. നേരത്തെ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഷെൽട്ടർ നിർമ്മാണം നീണ്ടുപോവുകയാണ്. പ്ലാറ്റ്ഫോം നീളം കൂടിയപ്പോൾ സ്റ്റേഷൻ ബിൽഡിംഗ് വിട്ട് ഏറെ ദൂരെയാണ് ട്രെയിനുകൾ നിർത്തുന്നത്. മേൽക്കൂര ഇല്ലാത്തതിനാൽ യാത്രക്കാർ മഴ നനഞ്ഞ് ട്രെയിൻ കയറേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനാണ്. നിരവധി യാത്രക്കാർ ഇവിടുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, അതുപോലെ അധ്യാപകർ, ഒരുപാട് യാത്രക്കാർ ഇവിടുന്ന് കയറി പോകുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടെ ഈ മേൽക്കൂര ഇല്ലാത്തത് കൊണ്ട്, ഇപ്പൊ പ്രത്യേകിച്ചും ഈ ട്രാക്ക് കുറെ കൊണ്ട് നീട്ടിയത് കൊണ്ട് ട്രെയിൻ കുറേയും കൂടി അങ്ങോട്ടാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്രക്കാർക്ക് മഴ നനഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയാണ്. വേനൽക്കാലത്ത് വെയിൽ കൊള്ളുന്നതിന് മരങ്ങളൊക്കെ തള്ളി ഉപയോഗിച്ചിരുന്നു. പക്ഷെ വർഷക്കാലം വരുമ്പോൾ വളരെ കുറഞ്ഞ സൗകര്യം, ചെറിയ ഒരു ഷെഡ് പോലെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു മേൽക്കൂര സ്ഥാപിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് യാത്രക്കാർ ഇവിടെ വരുന്നുണ്ട്. വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരായിട്ടും. പരിസര പ്രദേശത്ത് 2-3 ഉന്നത സർവകലാശാലകൾ നിലനിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ദൂരയാത്രക്കാരടക്കമുള്ള ട്രെയിൻ യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ സ്റ്റേഷനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മേൽക്കൂര ഇതിനു മുമ്പ് ഇവിടുത്തെ നിരന്തരം ആവശ്യപ്പെട്ട് ഇവിടെ ഏതാണ്ട് അതിന്റെ ഫണ്ട് വെക്കുക എന്തൊക്കെ ചെയ്തിട്ടില്ലേ, എന്തോ ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴും അതിനൊരു തീരുമാനം ആയി കണ്ടില്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് വളരെ അത്യാവശ്യമായി ഈ സ്റ്റേഷനിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്ന് ആണ് നമുക്ക് പറയാനുള്ളത്. ഇത് സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാർക്കും ഉൾപ്പെടെ ട്രെയിൻ കയറാനും ഇറങ്ങാനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സ്റ്റേഷനിൽ മേൽക്കൂരയും കൂടുതൽ ഷെഡുകളും നിർമ്മിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പുലർച്ചെ നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന കണ്ണൂർ, എറണാകുളം ഉൾപ്പെടെ നിരവധി ദീർഘദൂര യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന മെമു ട്രെയിനിന് പട്ടിക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും വെട്ടത്തൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അതീക് ശാന്തപുരം, പാർട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ ടി അമീൻ, അസ്ലം കല്ലടി, ട്രെയിൻ ടൈം ചീഫ് കോർഡിനേറ്റർ സലീം ചുങ്കത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ആറ്റ്ലസ് പെരിന്തൽമണ്ണയിൽ ബ്രഹ്മാണ്ഡ ഓഫർ കൊടിയേറി. പെരിന്തൽമണ്ണയിൽ ചരിത്രം തിരുത്തി കുറിക്കാൻ വിപ്ലവകരമായ വിലക്കുറവുമായി ആറ്റ്ലസ് ഫാഷനിൽ കളമൊരുങ്ങുന്നു. 1000 സെറ്റ് സാരികൾ വെറും 1 രൂപയ്ക്ക്. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 5 വരെ ആദ്യം ഷോറൂമിലെത്തുന്ന 1000 പേർക്ക് വെറും 1 രൂപയ്ക്ക് സെറ്റ് സാരി. ഓരോ ദിവസവും 200 സെറ്റ് സാരി വീതം 5 ദിവസങ്ങളിലായി ഈ ഓഫർ ലഭ്യമാവും. 10 ലക്ഷം വസ്ത്രങ്ങൾ ഏതെടുത്താലും ബൈ 1 ഗെറ്റ് 2 ഓഫറിൽ ആറ്റ്ലസ് ഫാഷന്റെ 15000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന സെക്കൻഡ് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നു. 500-ൽ പരം ഉൽപ്പന്നങ്ങൾക്ക് ബ്രഹ്മാണ്ഡ വിലക്കുറവും 1-1 ഫ്രീയും. കോട്ട് സെറ്റ്, കുർത്തീസ്, പല്ലാസോ, നൈറ്റീസ്, സാരീസ്, ചുരിദാർ, ഷോർട്ട് ടോപ്പ്, ടീ-ഷർട്ട്, ബാഗി പാൻസ് ഏതെടുത്താലും 1-1 ഫ്രീ. മെൻസ് ഷർട്ട്, കോട്ടൺ പാന്റ്, ഫോർമൽ പാൻസ്, ബാഗി പാൻസ്, ടീ-ഷർട്ട് ഏതെടുത്താലും 1-1 ഫ്രീ. കിഡ്സ് ബാഗി പാന്റ്, ഷർട്ട് ആൻഡ് ടോപ്പ്, ഫ്രോക്സ്, കോട്ട് സെറ്റ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ഏതെടുത്താലും 1-1 ഫ്രീ. ധോത്തി ഒന്നെടുത്താൽ 2 ഫ്രീ. ബെഡ്ഷീറ്റ് ഒന്നെടുത്താൽ 2 ഫ്രീ. ലേഡീസ് ടീ-ഷർട്ട് ഒന്നെടുത്താൽ 2 ഫ്രീ. കൂടാതെ വിപ്ലവകരമായ വിലക്കുറവിൽ ഒട്ടനവധി ഫാഷനബിൾ വസ്ത്രങ്ങളും ആറ്റ്ലസിൽ നിന്നും ഇപ്പോൾ സ്വന്തമാക്കാം. ആറ്റ്ലസ് ഫാഷൻ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ.